നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈയിടെ നോട്ടിഫിക്കേഷൻ വന്ന കമ്പനി ബോർഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്കുള്ള അതിന്റെ സിലബസ്, അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യമേ തന്നെ പറയാം, എല്ലാവരും അവരവരുടെ മൈക്കുകൾ മ്യൂട്ട് ചെയ്യുക. അവസാനം എല്ലാവർക്കും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയം നൽകുന്നതായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ നോട്ടിഫിക്കേഷനെ പറ്റിയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് കാറ്റഗറി നമ്പർ 363/2025, 364/2025. ഇതിന് രണ്ടിനും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ എക്സാമിനേഷൻ ഒരൊറ്റ എക്സാം ആയിട്ടായിരിക്കും നടത്തുന്നത്. നമുക്ക് ആദ്യം ഒന്നാമത്തെ ആ ഒരു കാറ്റഗറി 363/2025 നോട്ടിഫിക്കേഷനെ പറ്റി നോക്കാം. ഇത് വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷൻസിലേക്ക് നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ്. തസ്തികകൾ എന്ന് പറയുന്ന അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട് അസിസ്റ്റന്റ്, അക്കൗണ്ട് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ, അതുപോലെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഈ തസ്തികയിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഓരോ കമ്പനി അനുസരിച്ചും മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മിനിമം ഒരു 30,000-ന് മുകളിൽ നിങ്ങൾക്ക് റെമ്യൂണറേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓരോ കമ്പനിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇത് പല കമ്പനികളിലേക്കുള്ള ഒരൊറ്റ റിക്രൂട്ട്മെന്റ് ആണ്. ഒരൊറ്റ എക്സാമിലൂടെ പല കമ്പനികളിലേക്ക് ഈ തസ്തികകളിൽ റിക്രൂട്ട്മെന്റ് നടത്തുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18-നും 36-നും ഇടയ്ക്കുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? നമ്പർ ഓഫ് വേക്കൻസീസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. നമുക്കത് എന്താ പറയുന്നത്, ലാസ്റ്റ് ഇയർ അഡ്വൈസ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാകും എത്രത്തോളം നമുക്ക് വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യം. പിന്നെ ക്വാളിഫിക്കേഷൻ ബികോം ആണ് ഇവിടെ ചോദിക്കുന്നത്. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ബികോം ബിരുദധാരികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മളുടെ ആദ്യം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ, കാറ്റഗറി നമ്പർ 363/2025. ഇതിനകത്ത് ഏതൊക്കെ പൊസിഷൻ ആണ് നമുക്കുള്ളത്? അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട് അസിസ്റ്റന്റ്, അക്കൗണ്ട് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2. താഴെ പറയുന്ന ഈ കമ്പനികളിലായിരിക്കും നിങ്ങൾ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി ബോർഡ്, കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, Kerala State Handloom Development Corporation Limited, Kerala State Film Development Corporation Limited, Kerala Minerals and Metals Limited, Kerala Agro Machinery Corporation Limited. ഈ 8 കമ്പനികളിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത്. ഏത് നോട്ടിഫിക്കേഷൻ? ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ 363/2025 പ്രകാരം. ക്ലിയർ ആണോ? സോ അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് 364/2025. ഇത് രണ്ടും സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ഒരൊറ്റ എക്സാം ആണ് നടക്കുന്നത്. ക്ലിയർ ആണോ? ഇതും പല കമ്പനി ബോർഡിലേക്കുള്ള താഴെ പറയുന്ന അക്കൗണ്ടന്റ് ജൂനിയർ ഗ്രേഡ് 2, അക്കൗണ്ടന്റ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നീ തസ്തികകളിലേക്കാണ് വിജ്ഞാപനം. സ്കെയിൽ ഓഫ് പേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതാത് കമ്പനികൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ബോർഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മിനിമം ഒരു 30,000-ന് മുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 18-നും 36-നും ഇടയ്ക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം ക്വാളിഫിക്കേഷൻ ബികോം ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ക്ലിയർ അല്ലേ? സോ നിങ്ങളുടെ പോർട്ടലിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ 2 നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ രണ്ടിനും അപ്ലൈ ചെയ്യണം. 363/2025, 364/2025 രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിനേഷൻ ഒരൊറ്റ എക്സാം ആണ്. നിങ്ങൾ ആ ഒരു എക്സാമിനേഷൻ ഷീറ്റിൽ ഈ 2 കാറ്റഗറി നമ്പറും എഴുതി കൊടുത്താൽ മതി. ക്ലിയർ ആണോ? സോ അതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ. ഇപ്പൊ ഈ 2 നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള ബേസിക് ഡീറ്റെയിൽസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം താഴെ പറയുന്ന 4 കോർപ്പറേഷനുകളിലേക്കാണ് നിങ്ങൾക്ക് എന്ത് ലഭിക്കുക? പോസ്റ്റിംഗ് ലഭിക്കുക. കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC/ST, ഫോറസ്റ്റ് ഇൻഡസ്ട്രി ട്രാവൻകൂർ ലിമിറ്റഡ്, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. ക്ലിയർ ആണോ? അപ്പൊ ഒന്നാമത്തെ വിജ്ഞാപനം പ്രകാരം 8 കോർപ്പറേഷനിലേക്കും രണ്ടാമത്തെ പ്രകാരം 4 കോർപ്പറേഷനിലേക്കും മൊത്തം 12 എണ്ണം. ക്ലിയർ അല്ലേ? സോ ഈ രണ്ടും അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് അപ്പം കൂടുതൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ ആണോ? യെസ്. ഇനി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മളുടെ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ, അതിന്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. അതായത് 363
2025 നോട്ടിഫിക്കേഷൻ വന്നില്ലേ, ആ ഒരു എക്സാമിനേഷന്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണോ? 2021 ലാസ്റ്റ് ആ എക്സാം നടന്നത്. കാറ്റഗറി നമ്പർ 6/10/2021 ആയിരുന്നു. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ് അഡ്മിറ്റഡ് പ്രോപ്പറായി തന്നിട്ടുണ്ട്, 65,987. കട്ട് ഓഫ് ആണ് മെയിൻ ആയിട്ടുള്ളത്, 66 ആയിരുന്നു കട്ട് ഓഫ്. കഴിഞ്ഞ എക്സാമിനേഷന്റെ കട്ട് ഓഫ് ആണ് പറയുന്നത് 66 ആയിരുന്നു കട്ട് ഓഫ്. ക്ലിയർ ആണോ? മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 177 കാൻഡിഡേറ്റ്സ് ആയിരുന്നു. ഓക്കെ അല്ലേ? അതിനകത്ത് അഡ്വൈസ് ലഭിച്ചത് 47 പേർക്ക് അഡ്വൈസ് ലഭിച്ചു. ക്ലിയർ ആണോ? 47 അഡ്വൈസ് ആണ് ഈ സെയിം എക്സാമിനേഷൻ 2021 നടന്നപ്പോൾ അഡ്വൈസ് പോയിട്ടുള്ളത്. ഓക്കെ ആണോ? യെസ്. ഇനി നമ്മളുടെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ 364/2025, അതിന്റെ ലാസ്റ്റ് എക്സാമിനേഷൻ കാറ്റഗറി നമ്പർ 611/2021 ആണ്. ക്ലിയർ അല്ലേ? കട്ട് ഓഫ് 65.67 ആയിരുന്നു. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റ് 186 ആണ്. അഡ്വൈസ് പോയത് 48ഓളം അഡ്വൈസ് ആണ് പോയത്. അപ്പൊ എറൗണ്ട് 100 അഡ്വൈസ് ഈ രണ്ട് നോട്ടിഫിക്കേഷനിലൂടെ 100, ഈ രണ്ട് എക്സാംസിലൂടെ 100ഓളം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഈ വർഷം നമുക്ക് കുറച്ചുകൂടെ പ്രതീക്ഷിക്കാം, കാരണം റിട്ടയർമെന്റുകൾ കൂടുതലായിട്ടുണ്ട്. രണ്ടാമത്തെ റീസൺ, പല താൽക്കാലിക ജീവനക്കാരുമാണ് ഈ പൊസിഷനുകളിൽ ഇപ്പോൾ ഇരിക്കുന്നത്. സോ ആ ഒരു പൊസിഷനും കൂടെ ഈ ഒരു എക്സാമിലൂടെ ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്ത് ഉണ്ടായതിനേക്കാൾ കൂടുതൽ അഡ്വൈസുകൾ പോകാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം 150-200ഓളം അഡ്വൈസുകൾ പോകുമെന്ന് പ്രതീക്ഷിക്കാം. ക്ലിയർ ആണോ? കഴിഞ്ഞ വർഷം ഏകദേശം 100ഓളം പോയി. ഈ വർഷം എന്തായാലും അതിൽ കൂടുതൽ പോകും. ഓക്കെ അല്ലേ? സോ ഇതാണ് ബേസിക് ആയിട്ട് നമ്മളുടെ ഈ രണ്ട് നോട്ടിഫിക്കേഷൻ, അതിന്റെ പ്രീവിയസ് എക്സാംസും അതിന്റെ റിസൾട്ടും അഡ്വൈസും തമ്മിലുള്ള എന്താ പറയുന്നത് കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി എക്സാം എങ്ങനെയാണെന്നാണ്, OMR എക്സാമിനേഷൻ ആണ്. ക്ലിയർ ആണോ? ഈ രണ്ട് പോസ്റ്റിനും കൂടെ ഒരൊറ്റ എക്സാമിനേഷൻ, ഒരൊറ്റ OMR എക്സാമിനേഷൻ, 100 മാർക്കിന്റെ എക്സാമിനേഷൻ. ആ ഒരു എക്സാമിനേഷൻ ഷീറ്റിൽ ഈ രണ്ട് കാറ്റഗറി നമ്പർ നിങ്ങൾ എഴുതി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. രണ്ടിനും കൂടെ ഒറ്റ എക്സാമിനേഷൻ, ഒരൊറ്റ ഡേറ്റിൽ, ഒരൊറ്റ ഇന്റർവ്യൂ. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ്, നിങ്ങൾ അപ്പോയിന്റഡ് ആയ നിങ്ങൾ എന്തൊക്കെ ജോലികളാണ് അവിടെ ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും ബുക്ക് കീപ്പിംഗ് ആണ്. ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് അറിയാം, പ്രോപ്പർ ആയിട്ട് ജേർണൽ എൻട്രീസ്, ജേർണലിംഗ്, ആ ലെഡ്ജർ, പോസ്റ്റിംഗ്, ഈ വക പരിപാടികളൊക്കെ. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ, ബഡ്ജറ്റിംഗ്, ഫണ്ട് മാനേജ്മെന്റ്, ഓഡിറ്റ്, അതുപോലെ ഓഡിറ്റ് റിലേറ്റഡ് കംപ്ലയൻസസ്. ക്ലിയർ ആണോ? പിന്നെ ടാക്സേഷൻ, GST, TDS, അതുമായി ബന്ധപ്പെട്ടത്. പിന്നെ പേറോൾ അക്കൗണ്ടിങ്, PFI, ESI, അതുപോലുള്ള കാര്യം. കാരണം നിങ്ങളൊരു അക്കൗണ്ടന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത്. പിന്നെ MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രോപ്പറായിട്ട് തയ്യാറാക്കാനും ഇതുപോലെയുള്ള ജോലികളാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക നിങ്ങൾ സെലക്ടഡ് ആയി കഴിയും. ഒരു അക്കൗണ്ടന്റ് എന്തൊക്കെ ജോലി ചെയ്യുമോ അതേ ജോലികൾ തന്നെ ആ ഒരു തസ്തികയിലേക്കാണ് നിങ്ങൾ അപ്പോയിന്റഡ് ആകും. സോ അതാണ് നിങ്ങളുടെ ജോബ് റോൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക, എത്രയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ആ ഒരു അഡ്വൈസ്, എത്രയൊക്കെ പോകുമെന്നാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ നോക്കും. ഇനിയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എക്സ്പെക്റ്റഡ് സിലബസും അതുപോലെ നിങ്ങൾ റെഫർ ചെയ്യേണ്ട ബുക്കുകളും. ഇതാണ് നമ്മൾ ഏറ്റവും ഇൻ ഡെപ്ത് ആയിട്ട് നോക്കേണ്ട കാര്യം. ക്ലിയർ ആണോ? നമ്മളുടെ കയ്യിൽ ഫുൾ സിലബസ് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷെ പാസ്റ്റ് സിലബസിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും വരാനുള്ള യാതൊരുവിധ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പാസ്റ്റ് സിലബസ് വെച്ച് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക. ക്ലിയർ ആണോ? ഉടനെ തന്നെ പുതിയ സിലബസ് വരും. പുതിയ സിലബസിൽ എന്തായാലും വലിയ വ്യത്യാസം വരത്തില്ല. കഴിഞ്ഞ എക്സാമിനേഷൻസിലും ഒക്കെ ആ ഒരു ട്രെൻഡാണ് നമ്മൾ കണ്ടുവരുന്നത്. വന്നാൽ തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസേ വരത്തുള്ളൂ. കാരണം ഇതെന്താ, അക്കൗണ്ടിങ്ങും അതുമായി ബന്ധപ്പെട്ട സബ്ജക്ട്സുമാണ്. ഇതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും വരാനായിട്ടില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത് പഠിക്കാനായിട്ട്. അതിന്റെ വെയിറ്റേജ് 10 മാർക്കാണ് ഓരോ മൊഡ്യൂളിലും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാ മൊഡ്യൂൾസ് എന്ന് നോക്കാം. അക്കൗണ്ടിങ് ആണ് ഒന്നാമത്തെ മൊഡ്യൂൾ. രണ്ടാമത്തെ മൊഡ്യൂൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. മൂന്നാമത്തത് കോസ്റ്റ് അക്കൗണ്ട്. 4 മാനേജ്മെന്റ്. 5 മാനേജീരിയൽ എക്കണോമിക്സ്. ഈ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എക്കണോമിക്സിന്റെയും മാനേജ്മെന്റിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. ക്ലിയർ ആണോ?
പിന്നെ ആറാമത്തത് കമ്പനി ലോ, ഏഴാമത്തത് ക്യാപിറ്റൽ മാർക്കറ്റ്, എട്ടാമത്തത് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്. ഇൻഡെപ്ത് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 5 ഹെഡ്സ് ഓഫ് ഇൻകം ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് വരും. പിന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഓഡിറ്റിംഗ്. ഈ 10 മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. 10 മാർക്ക് വീതമാണ് ഓരോ മൊഡ്യൂളിന്. അങ്ങനെ 100 മാർക്കിന്റെ എക്സാമിനേഷൻ ആയിരിക്കും നിങ്ങൾക്കുള്ളത്. നമ്മൾ ഓരോ മൊഡ്യൂളും ഇൻഡെപ്ത് ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഓരോ മൊഡ്യൂളും നിങ്ങൾ എന്തൊക്കെയായിരിക്കും പഠിക്കേണ്ടത്. ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സൂപ്പർഫിഷ്യൽ ലെവലിൽ, ഒരു പെരിഫറൽ ലെവലിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് പാസ് ആകാനായിട്ട് സാധിക്കത്തില്ല. ഇൻഡെപ്ത് ആയിട്ടുള്ള, കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? +1 +2 ഒക്കെ പഠിക്കുന്ന ടോപ്പിക്ക് തന്നെ ഒന്നാമത്തെ മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾ +1 +2 ഒക്കെ പഠിച്ച സംഭവങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിച്ച സംഭവങ്ങൾ വരെ മാക്സിമം ആണ് ഈ മൊഡ്യൂൾ 1 പക്ഷെ എന്താ, നിങ്ങൾക്ക് ഇൻഡെപ്ത് അനാലിസിസ് ആവേണ്ടത്. ക്ലിയർ ആണോ? ഒന്നാമത്തെ നോക്കാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒന്നാമത്തെ പാർട്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ +1 +2 പഠിച്ച സംഭവങ്ങളാണ് വരുന്നത്. പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ +1 പഠിച്ച സംഭവം, കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്. പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ പ്രിൻസിപ്പിൾസ്? സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ, പ്രൂഡൻസ് പ്രിൻസിപ്പിൾ, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. ക്ലിയർ ആണോ? ഒബ്ജക്ടിവിറ്റി കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഇതൊക്കെയാ പ്രിൻസിപ്പിൾസ്. ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്, 10-14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതൊക്കെ പ്രോപ്പറായി പഠിച്ചിരിക്കണം. നമുക്കൊരു MCQ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം ഇത് ഏത് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട്. അത്ര ഇൻഡെപ്ത് പഠനമായിരിക്കണം. ആരും നിങ്ങളോട് ഡെഫിനിഷൻ എഴുതാനോ ഡെഫിനിഷൻ ഐഡന്റിഫൈ ചെയ്യാനോ ചോദിക്കത്തില്ല. ക്ലിയർ അല്ലേ? ആപ്ലിക്കേഷൻ ലെവലായിരിക്കും ചോദിക്കുന്നത്. അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. വളരെ ഇമ്പോർട്ടന്റ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ, അല്ലെങ്കിൽ ഇന്നതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏത് എന്ന് തിരഞ്ഞെടുക്കാനോ ഒക്കെ ആയിട്ട് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ ആണോ? സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വളരെ ഇമ്പോർട്ടന്റ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ AS, IND-AS. ക്ലിയർ ആണോ? വളരെ ഇമ്പോർട്ടന്റ്. IND-ASകളുടെ നമ്പർ വ്യത്യാസമാണ്. ക്ലിയർ അല്ലേ? IFRSന്റെ നമ്പർ വ്യത്യാസമാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ ആണോ? അതിന്റെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് തരും. ഏറ്റവും ഫ്രീക്വന്റ്ലി ചോദിക്കുന്നതും മാത്രമായിട്ട് എടുത്തു വെച്ച് നമ്മൾ ഒരു പ്രോപ്പർ PDF തന്നെ തരും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ. പിന്നെ അടുത്തതാണ് അക്കൗണ്ട്സ് ഫോർ സോൾ ട്രേഡർ. നമ്മളുടെ സോൾ പ്രൊപ്രൈറ്റർ +1 പഠിച്ചത്. അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇതിനു മുന്നേ ജേർണൽ എങ്ങനെ ചെയ്യണം, ലെഡ്ജർ എങ്ങനെ ചെയ്യണം, ട്രയൽ ബാലൻസ് എങ്ങനെ ചെയ്യണം, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും. ക്ലിയർ ആണോ? സോൾ ട്രേഡറുടെ അക്കൗണ്ട്സ്. പിന്നെ വരുന്നതാണ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്. ഇതെവിടെ നമ്മൾ പഠിക്കുന്നത്? +2 പഠിക്കുന്നത്. +2 പഠിക്കുന്ന പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്. അതിനകത്ത് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ, പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർ ആണ്. ഡെത്ത് ഇതിനകത്ത് പറയുന്നില്ല. അഡ്മിഷനും റിട്ടയർമെന്റും ഡെത്ത് പറയുന്നില്ല. പക്ഷെ പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, റിട്ടയർമെന്റിന്റെ സെയിം ഡിക്റ്റോ തന്നെയാണ് ഡെത്തും വരുന്നത്. ഓക്കെ ആണോ? അപ്പൊ റിട്ടയർമെന്റ് പഠിച്ചാൽ ഡെത്ത് ഓഫ് എ പാർട്ണറിന്റെ പ്രൊവിഷൻസ് പഠിക്കുന്നതിന് തുല്യമാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ സിലബസിൽ ഡെത്തും കൂടെ ഉൾപ്പെടുത്തും. ക്ലിയർ അല്ലേ? കാരണം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം, ഏറ്റവും അവസാനം ഡിസൊല്യൂഷന്റെ പ്രൊസീജിയർ. ഡിസൊല്യൂഷന്റെ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ട്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട്. രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്. അതിന്റെ ഡിഫറൻസുകൾ ഒരിക്കലും നമ്മളോട് ഇത് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കത്തില്ല, MCQ ആ. പക്ഷെ അതിനകത്ത് ചോദിക്കാം ഏത് ഐറ്റമാ ഡെബിറ്റ് ചെയ്യപ്പെടുന്നത്, ഏതാ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ആ രീതിയിൽ ഇൻഡെപ്ത് ആയിട്ട് ചോദിക്കും. ഓക്കെ ആണോ? പിന്നെ ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ ഇൻസോൾവെന്റ് ആവുമ്പോൾ എന്താ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ആ പാർട്ണർഷിപ്പ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ മൊഡ്യൂളിൽ ആദ്യം പഠിക്കേണ്ടത് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്. രണ്ടാമത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. മൂന്നാമത് സോൾ ട്രേഡഡ് അക്കൗണ്ട്സ്. പിന്നെ വരുന്ന പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്. അടുത്തതാണ് കൺസൈൻമെന്റ് അക്കൗണ്ട്സ്. കൺസൈൻമെന്റ് അക്കൗണ്ട്സ് സാധാരണഗതിയിൽ BCom ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. കൺസൈൻമെന്റ് അക്കൗണ്ട്സ് ഫസ്റ്റ് ഇയർ. ഓക്കെ ആണോ? രണ്ടാമത്തെ സെമ്മിന്റെ ഭാഗമായിട്ടാണ് കൺസൈൻമെന്റ് അക്കൗണ്ട്സ് വരുന്നത്, കേരള യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച്. അത് കഴിഞ്ഞിട്ട് കൺസൈൻമെന്റ് അക്കൗണ്ട്സിൽ കൺസൈനർ ആര്, കൺസൈനി ആര്, ഏതൊക്കെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും, സെറ്റിൽമെന്റ് എങ്ങനെയാണ്, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് തിയറി പഠിച്ചിരിക്കണം. ജേർണൽ എൻട്രീസ് ഉണ്ട്, ജേർണൽ എൻട്രീസ് പഠിച്ചിരിക്കണം. ഇത് ചോദിക്കാം.
പിന്നുള്ളത് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ്. കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സിൽ എന്തൊക്കെ വരും? കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇതിനെ നമുക്ക് മറ്റു പേരിൽ വിളിക്കാം ഇൻകം സ്റ്റേറ്റ്മെന്റ്, പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ ഫോർമാറ്റ് കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 3 കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റ് കറക്റ്റ് ആയി കാണാതെ പഠിക്കണം, കാരണം അതിനകത്ത് നിന്ന് ചോദ്യം വരാം. ക്ലിയർ അല്ലേ? അതുപോലെ കമ്പനിയുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ്, അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കമ്പനി അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അതും കൂടി ഉൾപ്പെടുമെന്ന് പറയാം. ഇഷ്യൂ ഓഫ് ഷെയർസ് വരാം കമ്പനി അക്കൗണ്ട്സിനകത്ത്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ കാര്യങ്ങളൊക്കെ വരാം. പക്ഷെ അത് എക്സ്പ്ലിസിറ്റ്ലി കൊടുത്തിട്ടില്ല, ഫൈനൽ അക്കൗണ്ട്സ് എന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ജസ്റ്റ് അതൊന്ന് ടച്ച് ചെയ്ത് പോവുക മാത്രമേ ചെയ്യത്തുള്ളൂ. അത് സിലബസിൽ കൊടുക്കാത്തത്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പറേഷനിലായിരിക്കും. ഓക്കെ അല്ലെ? കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എൽ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, നോട്ട്സ് ടു അക്കൗണ്ട്സ്, ഇതെല്ലാം കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സിന്റെ ഭാഗം. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ നോക്കും. ഓക്കെ അല്ലേ? പിന്നെ വരുന്ന കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ടാലി മുതലായ സോഫ്റ്റ്വെയറുകൾ, അവ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ക്ലിയർ അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും വ്യക്തമായി നമ്മൾ പഠിച്ചിരിക്കണം. മെയിൻ ആയിട്ടുള്ളത് ഇപ്പൊ ടാലി ആണെങ്കിൽ വൗച്ചേഴ്സ് ഉണ്ട്, ആ വൗച്ചർ നമ്പറുകൾ ക്ലിയർ ആണോ? ഏത് കീ ആണ് ഏത് വൗച്ചറുമായി ബന്ധപ്പെട്ടത്, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ക്ലിയർ അല്ലേ? അത് ചോദിക്കും. ഇപ്പൊ F4 കോൺട്രാ വൗച്ചർ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അത് മാത്രം നമ്മൾ വ്യക്തമായി നോക്കിയിരിക്കുക. ഇങ്ങനെ 10 മാർക്കിന്റെ ചോദ്യമാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരാനായിട്ട് സാധ്യതയുള്ളത്. ക്ലിയർ ആണോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന മൊഡ്യൂൾ. ഇനി ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ ഏതൊക്കെ ബുക്കാണ് റെഫർ ചെയ്ത് പഠിക്കേണ്ടത്? ഇമ്പോർട്ടന്റ് ആണ്. അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ക്ലിയർ ആണോ? MP ഗുപ്ത, BM അഗർവാൾ, സുൽത്താൻ ചന്ദ് ആൻഡ് സൺസ് പബ്ലിക്കേഷൻസിൻ്റെതാണ്. ക്ലിയർ ആണോ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയും. അതും പിന്നെ സ്റ്റുഡൻസ് ഗൈഡ് ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻക്ലൂഡിംഗ് ഇൻഡേസ്, ഡോക്ടർ DS റാവത്തിന്റെയും CA നസർ ഷ്റഫിന്റെയും. ഓക്കെ ആണോ? നിങ്ങൾ ഇനിയും നമ്മളുടെ കോഴ്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ബുക്ക് തന്നെ റെഫർ ചെയ്താണ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇതിന്റെ കമ്പൈൽഡ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു നോട്ട്സിലൂടെ കടന്നു പോകേണ്ട, ഈ ഒരു ബുക്കിലൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. ഇനി സെൽഫ് സ്റ്റഡിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ബുക്സ് മേടിക്കുക. ഈ ബുക്സ് റെഫർ ചെയ്തിട്ടായിരിക്കണം ഒന്നാമത്തെ മൊഡ്യൂൾ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ ആണോ? ഇനി നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലോട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ മൊഡ്യൂൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഇത് നമ്മൾ ഡിഗ്രിക്കൊക്കെ വരുമ്പോൾ മാത്രം പഠിക്കുന്നതാണ്. ഡിഗ്രി PG ലെവൽ ഉള്ളതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ PG ലെവലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ ആണോ? CA ഇന്റർമീഡിയറ്റിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റുമാണ്. അപ്പൊ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് CA ഇന്ററിന്റെ FM-ന്റെ ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അത് നിങ്ങൾക്ക് ICAI-യുടെ BOS നോളജ് പോർട്ടൽ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ആ പോർട്ടലിൽ കയറി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആ ബുക്ക് ഒരു സോഴ്സ് ആണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ക്ലിയർ അല്ലേ? എക്സാക്ട്ലി ഇതേ മൊഡ്യൂൾ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് പഠിക്കാം. ക്ലിയർ ആണോ? ആദ്യമേ മനസ്സിലാക്കണം ക്യാപിറ്റൽ എന്താണ്. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ പണം ആവശ്യമാണ്. ഇതിനെയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇത് പല രീതിയിൽ നിങ്ങൾക്ക് സ്വരൂപിക്കാം. ഇങ്ങനെ സ്വരൂപിക്കുമ്പോൾ നിങ്ങൾ ചില ചെലവുണ്ടാവും. അതിനെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ ആ ഇൻട്രസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് ടേക്കിംഗ് ലോൺ ഫ്രം ബാങ്ക്. ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിക്കണം. അതിന്റെ ചില ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, ചില ഫോർമുലാസ് ഉണ്ട്, അതൊക്കെ പഠിക്കും. ക്ലിയർ അല്ലേ? പിന്നെ അടുത്തതാണ് ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷനിൽ വരുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കാം. കുറച്ച് ഫണ്ട് ഷെയർ ഇഷ്യൂ ചെയ്ത് സ്വരൂപിക്കാം, കുറച്ച് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം, കുറച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, കുറച്ച് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് മേടിക്കാം, കുറച്ച് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് മേടിക്കാം. അങ്ങനെ പല സോഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏതൊക്കെ സോഴ്സ് ചൂസ് ചെയ്യുന്നു അതിന്റെ കോമ്പിനേഷനെയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. പിന്നെ അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. വർക്കിംഗ് ക്യാപിറ്റൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ക്യാപിറ്റൽ ആവശ്യമാണ്. അത് നിങ്ങൾ സ്വരൂപിച്ച് കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതും FM-ന്റെ ഭാഗമാണ്. ക്ലിയർ ആണോ? അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. ഓക്കെ ആണോ? പിന്നെ മാനേജ്മെന്റ് ഓഫ് ക്യാഷ് റിസീവബിൾ മാനേജ്മെന്റ്. ക്യാഷ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ അതെങ്ങനെ നിങ്ങൾ മേടിച്ചെടുത്തു.
ക്ലിയർ അല്ലേ? അതായത് ഒരു സാധനം വിറ്റ് അത് കാശായി മാറുന്ന ആ ഒരു പ്രൊസീജിയർ. ക്ലിയർ ആണോ? ക്യാഷ് റിസീവബിൾ മാനേജ്മെന്റ്. പിന്നെ ഇൻവെന്ററി മാനേജ്മെന്റ്, നിങ്ങളുടെ ഇൻവെന്ററി സ്റ്റോക്ക് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും. ഇൻവെന്ററി മാനേജ്മെന്റ് ഒട്ടനവധി ടൂൾസ് ഉണ്ട്. ഫിഫോ മെത്തേഡ് ഉണ്ട്, ലിഫോ മെത്തേഡ് ഉണ്ട്, വെയിറ്റഡ് ആവറേജ് മെത്തേഡ്, അങ്ങനെ പല മെത്തേഡ്സ്. ഈ മെത്തേഡ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ ആണോ? ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന ലിമിറ്റ്സ് ഉണ്ട്. EOQ, ക്ലിയർ ആണോ? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, മാർജിൻ ഓഫ് സേഫ്റ്റി, മാക്സിമം ലിമിറ്റ്, മിനിമം ലിമിറ്റ്, ഈ വക കാര്യങ്ങൾ, അതിന്റെ ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ്. അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ MCQവിൽ വരാം. കാരണം വളരെ എളുപ്പം ചെയ്യാവുന്ന സംഭവമാണ്. അതിന്റെ ഫോർമുലാസ് വേണമെങ്കിൽ MCQവിൽ ചോദിക്കാം. ഏതാ കറക്റ്റ് ഫോർമുല എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ ഡിവിഡന്റ് പോളിസിയാ. ഡിവിഡന്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ഡിവിഡന്റ് കൊടുക്കണോ വേണ്ടയോ ഇത് തീരുമാനിക്കുന്നത് ഡിവിഡന്റ് പോളിസി എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ഡിവിഡന്റ് പോളിസിയുമായി ബന്ധപ്പെട്ട തിയറികളും ഉണ്ട്. മോഡിഗ്ലാനി, മില്ലർ തിയറി, അങ്ങനെ പല തിയറികളുണ്ട്. അതൊക്കെ നോക്കണം. പിന്നെ ഫോംസ് ഓഫ് ഡിവിഡന്റ്, പല ടൈപ്പ് ഓഫ് ഡിവിഡന്റ്. ഇന്ററിം ഡിവിഡന്റ് ഉണ്ട്, വർഷാവസാനം കൊടുക്കുന്ന ഡിവിഡന്റ് ഉണ്ട്. ക്ലിയർ അല്ലേ? പിന്നെ ടൈപ്പ് ഓഫ് ഡിവിഡന്റ് പോളിസി, അതുമായി ബന്ധപ്പെട്ടാണ് പല തിയറികൾ വരുന്നത്. പിന്നെ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡന്റ്, ക്ലിയർ ആണ്. പിന്നെ തിയറി ഓഫ് ഡിവിഡന്റ് പോളിസി, ക്ലിയർ അല്ലേ? പിന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ്, അതുപോലെ സ്റ്റോക്ക് റീപർച്ചേസ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കേണ്ടത്. വളരെ ലെങ്തി മൊഡ്യൂളാണ്, വളരെ ലെങ്തിയാ. ഇപ്പൊ പറയും ഇത്രേ ഉള്ളൂ എന്ന് തോന്നും, പക്ഷെ വളരെ ലെങ്തിയാ, വളരെ വാസ്റ്റ് ആണ്. ഇതൊരു കംപ്ലീറ്റ് ബുക്കാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. CA ഇന്റർമീഡിയറ്റിന്റെ ഒരു ബുക്കാണ് ഇവിടെ ഒരു മൊഡ്യൂളായി പറഞ്ഞു പോയിരിക്കുന്നത്. CA ഇന്ററിന്റെ ഒരു ബുക്ക്. ഓക്കെ അല്ലേ? അത്ര ഡെപ്തിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ കൊമേഴ്സിന്റെ നെറ്റ് എക്സാമിനേഷന്റെ ഗൈഡുകൾ മേടിച്ചു കഴിഞ്ഞാൽ FM ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഇതേ പോയിന്റ്സ് ഫുൾ തിയറി കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുന്നത് ബുക്കാണ്. ഇനി ഏതൊക്കെ ബുക്സ് ആണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തിയറി ആൻഡ് പ്രാക്ടീസ്, പ്രസന്നചന്ദ്ര പബ്ലിക്കേഷൻസ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ ഇതാണ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ, സെൽഫ് സ്റ്റഡി ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക്. മൂന്നാമത്തതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇത് ഒരു കംപ്ലീറ്റ് സബ്ജക്റ്റ് ആണ്, ഒരു കംപ്ലീറ്റ് ബുക്കാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനായിട്ടില്ല. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ അത് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഒന്നാമത് ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താ കോസ്റ്റ് അക്കൗണ്ടിങ്? അതിനകത്ത് മെറ്റീരിയൽ കോസ്റ്റ് എന്താണ്, ലേബർ കോസ്റ്റ് എന്താണ്, ഓവർ ഹെഡ് കോസ്റ്റ് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട കോസ്റ്റ് അക്കൗണ്ടിങ്, അതിന്റെ ഫോർമുലാസ്, ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിക്കണം. ഓക്കെ അല്ലേ? മെറ്റീരിയൽ കോസ്റ്റിനകത്ത് തന്നെ ഒരുപാട് സബ് ഹെഡിങ്സ് വരുന്നുണ്ട്. ലേബർ കോസ്റ്റിന് ഒരുപാട് വരുന്നുണ്ട്, ഓവർ ഹെഡ് കോസ്റ്റിന് ഒരുപാട് വരുന്നുണ്ട്. അതാണ് വളരെ ലെങ്തിയാണ്. പിന്നെയാണ് മാർജിനൽ കോസ്റ്റിംഗ്. അത് പിന്നെയും കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്, അത്ര പ്രയാസമുള്ള മൊഡ്യൂളല്ല. പക്ഷെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വരുമ്പോഴത്തേക്ക് കൂടുതൽ ഇക്വേഷൻസ് വരും. ക്ലിയർ ആണോ? പിന്നെ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഉണ്ട്. പിന്നെ കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് മാനേജ്മെന്റ്, ഇത് രണ്ടും ചെറിയ ടോപ്പിക്സ് ആണ്. ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഇതും വളരെ ലെങ്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ ഒന്ന് നെറ്റ് കൊമേഴ്സിന്റെ എന്താ പറയുന്നത് ഗൈഡ്, അതിനകത്ത് പ്രോപ്പറായിട്ട് ഇതേ പോർഷൻസ് പ്രോപ്പറായിട്ട് അതിന്റെ തിയറി എക്സ്പ്ലനേഷൻസ് ഉണ്ട്, പ്ലസ് MCQs ഉണ്ട്, പ്ലസ് MCQs. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ് CA ഇന്റർമീഡിയറ്റിന്റെ ഒരു ബുക്കാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതിനകത്ത് ഇതിനേക്കാൾ കൂടുതൽ പോർഷൻസ് ഉണ്ട്, പക്ഷെ നമ്മളുടെ ഈ സ്പെസിഫിക് പോർഷൻ സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മാർജിനൽ അക്കൗണ്ടിങ് ഒരു ചാപ്റ്റർ, സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് കോസ്റ്റിംഗ് ഒരു ചാപ്റ്റർ ആണ്. ക്ലിയർ ആണോ? ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് റെഫർ ചെയ്തും പഠിക്കാം. അതിനകത്ത് കണക്കുകൾ എങ്ങനെ ചെയ്യണമെന്നുണ്ട്, അത് നമുക്ക് സ്കിപ്പ് ചെയ്തതിന്റെ തിയറി പാർട്ട് മാത്രമായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ക്ലിയർ അല്ലെ? നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുവാണെങ്കിലാണ് ഈ ഒരു രീതി ഞാൻ പറയുന്നത്. അല്ലാതെ പക്ഷെ നമ്മൾ എല്ലാ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ബുക്കാണ്. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ സോഴ്സുകൾക്ക് പുറമെ റെഫർ ചെയ്യാവുന്ന സ്റ്റാൻഡേർഡ് ബുക്കാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ക്ലിയർ ആണോ? MN അറോറ. ഓക്കെ അല്ലേ? അടുത്തതാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് നമ്മൾ പഠിച്ച സംഭവമാണ് +1 +2. ഒന്നാമത് മാനേജ്മെന്റ് നേച്ചർ, എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്. അത് കുറച്ച് ഹിസ്റ്ററി പാർട്ടാണ്. മാനേജ്മെന്റ് എങ്ങനെ ഇവോൾവ് ചെയ്തത് കാലാകാലങ്ങളിൽ, അത് നമ്മൾ പഠിക്കണം. പിന്നെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്, സയന്റിഫിക് മാനേജ്മെന്റ്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ എന്താ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. ഓക്കെ അല്ലേ? സോ ഈ വക കാര്യങ്ങൾ. അതിനുശേഷം
+2 പഠിച്ച മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഡയറക്ടിങ്, സ്റ്റാഫിങ്. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതിനകത്ത് വരുന്ന സംഭവങ്ങൾ എല്ലാം പഠിക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ +1 +2, +1 പോർഷൻസ് അത്രയില്ല, +2 ബിസിനസ് സ്റ്റഡീസിന്റെ പോർഷൻ ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂൾ ഉള്ളത്. അതാ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. പിന്നെ ലീഡർഷിപ്പ് തിയറീസും പല ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് ഉണ്ട്, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഉണ്ട്, ലേസീസ് ഫെയറി ലീഡർഷിപ്പ് ഉണ്ട്. ക്ലിയർ ആണോ? അങ്ങനത്തെ ലീഡർഷിപ്പ് തിയറികൾ. പിന്നെ മോട്ടിവേഷൻ തിയറികൾ. ഓക്കെ അല്ലേ? പിന്നെ TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിനെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതിനകത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഫർ ചെയ്യേണ്ടത്. +2 ബിസിനസ് സ്റ്റഡീസ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ക്ലിയർ ആണോ? CBSEയുടെയോ ISCയുടെയോ, ISC എന്ന് പറയുമ്പോൾ ICSEയുടെ +1 ആണ് ISC, ആ സിലബസ് നിങ്ങൾ റെഫർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. സ്റ്റാൻഡേർഡ് ബുക്ക് റെഫർ ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ പ്രിൻസിപ്പൽ പ്രാക്ടീസസ് ഓഫ് മാനേജ്മെന്റ് എല്ലാം പ്രസാദിന്റെ സുൽത്താൻ ചന്ദൻ സൺസ്. ക്ലിയർ ആണോ? ഇത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് റെഫർ ചെയ്യാം. ഓക്കെ അല്ലേ? അതായിരുന്നു 4ാമത്തെ മൊഡ്യൂള്. 5ാമത്തെ മൊഡ്യൂള് മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. ഇത് CA ഫൗണ്ടേഷന്റെ ഒരു സബ്ജക്ട് മാനേജീരിയൽ എക്കണോമിക്സ്. നല്ല ടെക്സ്റ്റ് ബുക്ക് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സംഭവങ്ങളും അതിനകത്ത് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ആദ്യം നമുക്ക് കൊടുത്തിട്ടുള്ളത് ഡിമാൻഡ് ആണ്. ഡിമാൻഡ് ഒരൊറ്റ ചാപ്റ്റർ ആണ്. 2-3 മൊഡ്യൂൾസ് വരുന്ന ഒരു ചാപ്റ്റർ. അതിനകത്ത് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത്. ഈ പറഞ്ഞ BOS നോളജ് പോർട്ടലിൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. പിന്നെ തിയറി ഓഫ് പ്രൊഡക്ഷൻ, അതൊരു 2ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നതാണ് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ. പിന്നെ പ്രൈസിംഗ് പോളിസി, പ്രാക്ടീസസ്, ബിസിനസ് സൈക്കിൾ. ആ ഒരു എന്താ പറയുന്നത് മാനേജ്മെന്റ് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിന്റെ വളരെ 1, 2, 3 ചാപ്റ്റേഴ്സ് മാത്രമേ നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ളൂ. മാനേജ്മെന്റ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് തിയറികളെ എങ്ങനെ മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ ആണോ? എക്കണോമിക് തിയറികളെ മാനേജ്മെന്റ് എങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കാം. സോ അതായിരിക്കും ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾ നോക്കേണ്ടത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. പലതരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ഉണ്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. സോ അതും അതിന്റെ ഫോർമുലകളും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കണക്കും ചോദിക്കാം. ഓക്കെ ആണോ? കാരണം ഇതിന്റെ ഫോർമുല ഒക്കെ വളരെ സിമ്പിൾ ആണ്. അതിന്റെ ഇൻഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സോ ഫോർമുല, കണക്കുകൾ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് മാനേജീരിയൽ എക്കണോമിക്സ്. പിന്നെ അടുത്തതാണ് കമ്പനി ലോ എന്ന് പറയുന്നത്, മൊഡ്യൂൾ 6. കമ്പനി ലോ നമ്മൾ BComന് പഠിക്കുന്നതാണ്. MComനും ഒരു മെയിൻ സബ്ജക്റ്റ് ആയിട്ട് നമുക്കുണ്ട്. CA ഫൗണ്ടേഷനിൽ ലോ എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനുശേഷം CA ഇന്റർമീഡിയറ്റിലും ലോ എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് കമ്പനി ലോ എന്ന് പറയുന്നത്. കമ്പനി ലോയിലെ എല്ലാ സംഭവങ്ങളും ഇതിനകത്തില്ല. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വളരെ ചുരുങ്ങിയ ടോപ്പിക്സ് മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ക്ലിയർ ആണോ? കമ്പനി ലോ ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 പ്രൊവിഷൻസ്, സെഷൻസ്, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാം പഠിക്കാനായിട്ടില്ല. ഈ പറഞ്ഞ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട സെഷൻസ് മാത്രം നോക്കിയാൽ മതി. ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ, ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നെ കമ്പനി മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടർ, ഇതുമായി ബന്ധപ്പെട്ട സെഷൻസ് ഉണ്ട്, പ്രൊസീജിയർ ഉണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എത്ര മെമ്പേഴ്സ് വേണം ഒരു കമ്പനിക്ക്. ക്ലിയർ ആണോ? പിന്നെ അവരുടെ അപ്പോയിന്റ്മെന്റ് ഏത് രീതിയിലായിരിക്കണം, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ബോർഡ് കമ്മിറ്റി എന്താണ്, ഓഡിറ്റ് കമ്മിറ്റി എന്താ. ക്ലിയർ ആണോ? ബോർഡ് മീറ്റിംഗ് എങ്ങനെയാണ് കൂടേണ്ടത്, ബോർഡ് മീറ്റിംഗിൽ എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം, ആനുവൽ റിട്ടേൺസ് എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്, കമ്പനി വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര തരത്തിലുള്ള വൈൻഡിങ് അപ്പ് ഉണ്ട്, വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ എന്താണ്. ക്ലിയർ ആണോ? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ വഴി നമുക്ക് വേണമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എന്താണ്. ഇനി ലിക്വിഡേറ്റർ അപ്പോയിന്റ് ചെയ്തോണ്ടാണ് വൈൻഡിങ് അപ്പ് എങ്കിൽ അതെങ്ങനെയാണ്, ലിക്വിഡേഷൻ പ്രൊസീജിയർ എന്താണ്. ഇതുമായി ബന്ധപ്പെട്ട സെക്ഷൻസുമാണ് നമുക്ക് പഠിക്കാൻ. ക്ലിയർ ആണോ? സെഷൻസും ഇതിന്റെ പ്രൊസീജിയർ, ഇതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കമ്പനിയിലും. ഇതും വളരെ ഇമ്പോർട്ടന്റ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്നും വരാം.
നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് CA ഇന്ററിന്റെ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പനി ലോ, ദ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്പനി ലോ, അതിന്റെ ലേറ്റസ്റ്റ് എഡിഷൻ തന്നെ വാങ്ങിക്കണം. ഓക്കെ അല്ലെ? നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണ് ചെയ്യുന്നത്. ഇനി ഏഴാമത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്യാപിറ്റൽ മാർക്കറ്റിനെ പറ്റി നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഡിഗ്രിക്കാണ് പിന്നെ പഠിക്കുന്നത്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് പ്രധാനമായിട്ട് നമ്മളിവിടെ പഠന വിധേയമാക്കുന്നത്. ക്ലിയർ അല്ലേ? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ്? ഓക്കെ ആണോ? ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്ത് അതിന്റെ സ്ട്രക്ചർ എന്താണ്? ഓക്കെ അല്ലേ? മണി മാർക്കറ്റും ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട്. അതിനകത്ത് ക്യാപിറ്റൽ മാർക്കറ്റിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് 2 തരമുണ്ട്, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റിലാണ് ഷെയറുകൾ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. അവിടെയാണ് IPO, FPO, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്, ഫോളോ അപ്പ് പബ്ലിക് ഓഫറിംഗ് നടക്കുന്നത്. അതിന്റെ പ്രൊസീജിയർ, എങ്ങനെ IPO നടത്തണം, എങ്ങനെ FPO നടത്തണം. ക്ലിയർ ആണോ? പിന്നെ മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ. ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾക്ക് ഏതൊക്കെ രീതിയിൽ ക്യാപിറ്റൽ സ്വരൂപിക്കാം പ്രൈമറി മാർക്കറ്റിലൂടെ, അതിനെ മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് വിളിക്കുന്നു. അത് നമ്മൾ നോക്കുന്നതായിരിക്കും. പിന്നെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അവരുടെ ഷെയറുകൾ പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ തീരുമാനിക്കുക. ഒരു ഓപ്ഷൻ അവർക്ക്. ക്ലിയർ ആണോ? ഒന്നുകിൽ അവർക്ക് ഒരു ഫിക്സഡ് പ്രൈസ് ഫിക്സ് ചെയ്യാം, അതായത് 10 രൂപ ഒരു ഷെയറിന്, അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ, അതായത് പോസിബിൾ കസ്റ്റമേഴ്സിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, അവര് ഡിഫറെന്റ് എന്താ പറയുന്നത് കോഡ്സ് സ്വീകരിക്കുന്നു. എന്നിട്ട് അതിന്റെ ബേസിസിൽ ഒരു കോമൺ ആവറേജ് പ്രൈസ് ഫിക്സ് ചെയ്യും. അതാ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, പല രീതിയിൽ ബുക്ക് ബിൽഡിംഗ് നടത്താം. അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നോക്കണം. പിന്നെ സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റിനെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? അതാണ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് ഇഷ്യൂ ചെയ്ത ഷെയറുകൾ വീണ്ടും വിൽക്കുന്ന സ്ഥലമാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യ, BSE, NSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതൊക്കെ ഏത് വർഷമാണ് ഉണ്ടായത്? ക്ലിയർ ആണോ? ആദ്യമായി ഉണ്ടാകുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE, ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അതിനുശേഷം അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായത്. അതിനുശേഷം കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായി. ഏറ്റവും അവസാനമായി NSE വരുന്നത്. പക്ഷെ ഇപ്പൊ നിലവിലുള്ളത് BSE, NSE മാത്രം. ക്ലിയർ അല്ല? അപ്പൊ ഈ വക ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. എവിടുന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് അറിയത്തില്ല. മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. BSE, NSE വ്യക്തമായി പഠിക്കണം. അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ടായിരുന്ന, ഇപ്പൊ നിലവിലില്ലാത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റിയും അവയുടെ ഡേറ്റ്സും കാര്യങ്ങളും പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കമ്പനി അവരുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുന്നു, സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്യുന്നു. അതിനെ ലിസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രൊസീജിയർ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആ ഫയൽ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ആരാ റെഗുലേറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റിനെ? സെബി ആണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പൊ സെബി എന്താണ്, സെബിയുടെ ഫങ്ഷൻസ് എന്താണ്, സെബിയുടെ പ്രൊസീജിയേഴ്സ് എന്താണ്, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അതാണ് മൊഡ്യൂൾ 7 ക്യാപിറ്റൽ മാർക്കറ്റ്. റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്സ് ആണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് മാനേജ്മെന്റ്. ഓക്കെ അല്ലേ? യെസ്. എട്ടാമത് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്. ഈ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ക്ലിയർ ആണോ? കാരണം ഇൻകം ടാക്സ് ആണ്. റേറ്റുകളും കാര്യങ്ങളും നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പഴയ മൊഡ്യൂൾ അല്ലെങ്കിൽ പഴയ എഡിഷൻ ഒന്നും വെച്ച് ദയവ് ചെയ്ത് പഠിക്കരുത്. സെൽഫ് സ്റ്റഡി നടത്തുന്നത്. നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബുക്ക് എന്ന് പറയുന്നത് CA ഇന്റർമീഡിയറ്റിന്റെ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ഡയറക്റ്റ് ടാക്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ BOS നോളജ് പോർട്ടലിൽ അവൈലബിൾ ആണ്. ഡയറക്റ്റ് ടാക്സിനകത്ത് വരുന്ന ഇൻകം ടാക്സ്, ഈ പറഞ്ഞ ടോപ്പിക്സ് അതിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മാത്രമേ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ ഫോളോ ചെയ്യാവൂ. ക്ലിയർ ആണ്? കാരണം അത് ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ 6 മാസം മുന്നേ ഉള്ള വരെയുള്ള അപ്ഡേഷൻസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഫ്രീക്വന്റ്ലി അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ അതിനകത്തുനിന്ന് ലഭിക്കും. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇൻകം ടാക്സിന്റെ ബേസ്, അസസ്മെന്റ് ഇയർ എന്താ, പ്രീവിയസ് ഇയർ എന്താ, ക്ലിയർ ആണോ? പിന്നെ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ, അസസി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനൊക്കെ ഡെഫിനിഷൻ ഉണ്ട്. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഡെഫിനിഷൻ അനുസരിച്ച് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആകാം, HUF ആകാം, കമ്പനി ആകാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആകാം, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആകാം, ക്ലിയർ ആണോ? പാർട്ണർഷിപ്പ് ആകാം. അങ്ങനെ പല ഡെഫിനിഷൻസ് ഉണ്ട്.
അതൊക്കെ നമ്മൾ പ്രോപ്പറായി പഠിച്ചു വെച്ചിരിക്കണം. ഇൻകത്തിനും ഡെഫിനേഷൻ ഉണ്ട്. എന്തിനെയൊക്കെ ഇൻകം എന്ന് വിളിക്കുന്നത്? ക്ലിയർ അല്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഇൻകം, ഇതൊക്കെ എന്താണ്? ഡിഡക്ഷൻസ് എന്താണ്? ഡിഡക്ഷൻസ് 80C തൊട്ടുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. ഓരോ സെഷനും അതുമായി ബന്ധപ്പെട്ട ഡിഡക്ഷൻ ഏതാണ് കാണാതെ തന്നെ പഠിക്കണം, ചോദ്യം വരും. ക്ലിയർ ആണോ? പിന്നെ എക്സംഷൻസ് ഉണ്ട്. എക്സംഷൻ സെക്ഷൻ 10 പറയുന്നത്. സെക്ഷൻ 10 പറയുന്ന എക്സംഷൻസ് ഉണ്ട്, അത് പ്രോപ്പർ ആയിട്ട് പഠിക്കണം. ഇതെല്ലാം ഇൻകം ടാക്സ് ആക്ട് 1961 ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആണോ? പിന്നെ അവസാനം ഇൻകം ടാക്സ് റിട്ടേൺസ്, അതിന്റെ ഫോംസ്, ഓരോ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഓരോ ഫോമാണ്. പിന്നെ ഏതൊക്കെ ഡേറ്റുകളിലാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്, ഈ വക കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് നോക്കണം. ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ടാക്സ്മാന്റെ സ്റ്റുഡൻസ് ഗൈഡ് ടു ഇൻകം ടാക്സ് ആൻഡ് GST. ക്ലിയർ ആണോ? അതായത് ഇൻകം ടാക്സ് മാത്രം നോക്കിയാൽ മതി, GST നമുക്കില്ല. ഫണ്ടമെന്റൽസ് ടു ഇൻകം ടാക്സ് ആണ്. GST ഇൻഡയറക്ട് ടാക്സ് ആണ്, അത് നമുക്ക് പഠിക്കാനായിട്ടില്ല, മൊഡ്യൂളിനകത്തില്ല. പിന്നുള്ളത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഇത് പക്ക തിയറി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. നിങ്ങൾക്ക് ഇത് എന്താ പറയുന്നത്, പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് തിയറി മാത്രം പഠിച്ചു പോയാൽ മാത്രം മതി. ക്ലിയർ ആണോ? സോ ഇതിനകത്തുനിന്ന് അത്രയും വെയിറ്റേജ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ ഇതും ഇമ്പോർട്ടന്റ് ആണ്, നോക്കാതെ പോകരുത്. മാർക്കറ്റിംഗ് എന്താണ്, മാർക്കറ്റിംഗിലെ ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ബൈയിങ് ഡിസിഷൻ എന്താണ്, കസ്റ്റമർ റിലേഷൻ മാനേജ്മെന്റ് എന്താണ്, PLC എന്താണ്, ക്ലിയർ ആണോ? പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, അതാ PLC. പിന്നെ പ്രൊമോഷൻ എന്താ, പ്രൊമോഷന്റെ ഡിഫറെന്റ് കോൺസെപ്റ്റ്സ്, ടൈപ്സ് ഓഫ് പ്രൊമോഷൻ, ക്ലിയർ ആണോ? പിന്നെ അഡ്വർടൈസ്മെന്റും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ്, ക്ലിയർ അല്ലേ? പേഴ്സണൽ സെല്ലിംഗ്, സെയിൽ പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻ, ഇങ്ങനത്തെ തിയറിയാണ് മൊഡ്യൂൾ 9 വരുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാവുന്ന പിയേഴ്സൺസിന്റെ. ഏറ്റവും അവസാനത്തെ മൊഡ്യൂളാണ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്മൾ MCOM-നാണ് സാധാരണഗതിയിൽ പഠിക്കുന്നത്. ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്നവർക്ക് BCom-നും പഠിക്കാനായിട്ടുണ്ട്. സോ ഓഡിറ്റിംഗിൽ വരുന്നത് ഓഡിറ്റ് പ്രോസസ് എന്താ, ഇന്റേണൽ ചെക്ക് എന്താ, പിന്നെ പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ്, ഓഡിറ്റിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെപ്ത് ആയിട്ടില്ല ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂള്. പെരിഫറൽ ലെവലിൽ മാത്രം ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ ടച്ച് ചെയ്തു പോകുന്നു, അത്രേ ഉള്ളൂ. ഇൻഡെപ്ത് ആയിട്ടില്ല. ക്ലിയർ ആണോ? സർട്ടൺ കോൺസെപ്റ്റ്സ് മാത്രമാണ് നോക്കി പോകുന്നത്. ഓഡിറ്റ് പ്രോസസ് എന്ത്, ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ത്, ക്ലിയർ ആണോ? ഓഡിറ്റ് നോട്ട്ബുക്ക് ഇതെന്ന് പറയുന്ന ഒരു സ്പെസിഫിക് കോൺസെപ്റ്റാണ്, അതെന്താന്ന് മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ ആണോ? അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്താ, ഓഡിറ്റ് ഫയൽ എന്താ, ഇന്റേണൽ കൺട്രോള്, ഇന്റേണൽ ചെക്ക്, വൗച്ചിങ്, വെരിഫിക്കേഷൻ, ക്ലിയർ അല്ലേ? സോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നോക്കേണ്ടത്. ഓക്കെ ആണോ? പിന്നെ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഓഡിറ്റർ എങ്ങനെ അപ്പോയിന്റ് ചെയ്യാം, അതിന്റെ പ്രോപ്പർ പ്രൊസീജിയേഴ്സ് പറയുന്നു. ഓക്കെ അല്ലേ? സോ ഇതൊക്കെയാണ് മൊഡ്യൂൾ 10 പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള മൊഡ്യൂൾസ്. നിങ്ങൾക്ക് പ്രിൻസിപ്പൽ ആൻഡ് പ്രാക്ടീസ് ഓഫ് ഓഡിറ്റിംഗ് ഈ ഒരു സുൽത്താൻ ചന്ദാൻ സൺസിന്റെ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? ക്ലിയർ ആണോ? അസിസ്റ്റന്റ് ഇൻ കേരള ഫിനാൻസ് കോർപ്പറേഷൻ, കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട് അസിസ്റ്റന്റ്, അക്കൗണ്ട് ഗ്രേഡ് 2 കമ്പനി ബോർഡ്, ഇതിന്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. പിന്നെ കേരള PSC ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, HSST കൊമേഴ്സ് ജൂനിയർ ഓൾറെഡി കഴിഞ്ഞു ആ എക്സാം, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ലോവർ ഡിവിഷൻ ക്ലർക്ക്, അക്കൗണ്ടന്റ് കാഷ്യർ ക്ലർക്ക്, അക്കൗണ്ടന്റ് ഗ്രേഡ് 2, അസിസ്റ്റന്റ് ഇൻ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, ആ ഒരു എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇതൊക്കെ കഴിഞ്ഞ എക്സാംസ് ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഇതേ സെയിം സിലബസ് അനുസരിച്ചുള്ളതാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ലെക്ചർ ഇൻ കോമേഴ്സ്, ബാക്കിയുള്ള ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാംസിന്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക, സെൽഫ് സ്റ്റഡി ചെയ്യുക. അല്ലാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ തന്നെ എന്തുണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്, ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുന്നത്, പ്ലസ് അഡീഷണൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? പിന്നെ ആസ് എൻ ആസ്പിരന്റ് നിങ്ങൾ മേക്ക് ചെയ്യാൻ പോകുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് സമയം അത്രയൊന്നും ഇല്ല, ഉടനെ തന്നെ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രൂഡന്റ് ആയിട്ടുള്ള ഒരു കാര്യം.
സിലബസ് ഒഫീഷ്യൽ സിലബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാതെ പ്രീവിയസ് സിലബസ് ഉപയോഗിച്ചുകൊണ്ടാണ് പഠനം തുടങ്ങുക. ക്ലിയർ അല്ലേ? സോ സിലബസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. വലിയ അപ്ഡേഷൻസ് ഒന്നും വരില്ല. അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ വളരെ മൈന്യൂട്ട് അപ്ഡേഷൻസേ ഉള്ളൂ. ചിലപ്പം ഒരു അപ്ഡേഷനും ഇല്ലെന്ന് തന്നെ വരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാതെ പഠനം തുടങ്ങുക. അതാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, വെയിറ്റ് ചെയ്യരുത്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ സിലബസ് ക്ലാരിറ്റി ഇല്ലാതെ സെൽഫ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങും ഇല്ലാത്തതുപോലെ ആയിപ്പോകും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം. സെൽഫ് സ്റ്റഡി ചെയ്യുവാണെങ്കിൽ തന്നെ അതിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം. പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. അഥവാ സ്വയം ഗൈഡ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ആരുടെ ഗൈഡൻസ് വേണ്ട എന്നാണെങ്കിൽ തന്നെ പ്രോപ്പർ ക്ലാരിറ്റി വേണം. സിലബസിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്, ഒരു ടോപ്പിക്ക് മാത്രമേ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ, അതിനകത്ത് എന്തൊക്കെയാ വരുന്നത് എന്ന് വ്യക്തമായിട്ടുള്ള ധാരണ വേണം. അല്ലെങ്കിൽ നിങ്ങൾ സിലബസ് കവർ ചെയ്യത്തില്ല. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം നോക്കിപ്പോകും. പക്ഷെ ആ ടോപ്പിക്ക് വൈഡാണ്. ക്ലിയർ അല്ലേ? അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ, കമ്പനി അക്കൗണ്ട്സ് നോക്കുന്ന ഏതൊരു വ്യക്തിയും ഇൻകം സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റും നോക്കിയങ്ങ് നിർത്തും. പക്ഷെ കമ്പനി അക്കൗണ്ട്സിന്റെ ഭാഗമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇക്വിറ്റി സ്റ്റേറ്റ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കമ്പനികൾ പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതിനെപ്പറ്റി പഠിച്ചില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ല. ഔട്ട് ഓഫ് സിലബസ് ആണ് നിങ്ങൾക്ക് പറയാനും സാധിക്കത്തില്ല. ഇത് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ +2 ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരെ മാക്സിമം പഠിക്കുന്നുള്ളൂ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ പറ്റി പഠിക്കുന്നില്ല. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം സിലബസ് എന്താണെന്നുള്ളത്. ആ ക്ലാരിറ്റി ഇല്ലെങ്കിൽ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി പോകരുത്. ടേക്ക് ഹെൽപ്പ്. അടുത്തത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇഗ്നോർ ചെയ്യുന്നു, MCQs ഒന്നും അധികമായിട്ട് ചെയ്ത് നോക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്രോപ്പർ ആകത്തില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ വർക്ക്ഔട്ട് ചെയ്ത് അതിന്റെ ബേസിസിൽ തന്നെ വേണം നിങ്ങൾ പഠനം നടത്താൻ. അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെ ഏരിയ എന്ന ക്വസ്റ്റ്യൻ വന്നത്. ആ ഏരിയ ഉറപ്പായിട്ടും കവർ ചെയ്യണം. പ്ലസ് അഡീഷണൽ ഏരിയാസും കവർ ചെയ്യണം. ക്ലിയർ ആണോ? അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഏത് ഏരിയയിലാണ്, ഏത് മൊഡ്യൂളാണ് എന്റെ സ്ട്രോങ് ഹോൾഡ്, ഏതാണ് എനിക്ക് വീക്ക് ആയിട്ടുള്ളത്. ഇത് മനസ്സിലാക്കി പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എക്സാമിനേഷൻ. അല്ലെങ്കിൽ മറ്റെല്ലാ എക്സാമിനേഷൻസും അറ്റംപ്റ്റ് ചെയ്യുന്നത് പോലെ ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് പോകാമെന്ന് മാത്രമേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ഒരു ഗുണം ഉണ്ടാകത്തില്ല. ക്ലിയർ അല്ലേ? പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഒരുപാട് ബുക്സ് അവൈലബിൾ. അതിനകത്ത് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ് ആണ് ഞാൻ ഓൾറെഡി കാണിച്ചത്. സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക. അല്ലാതെ ജസ്റ്റ് കാണുന്ന ഏതെങ്കിലും ഒരു ബുക്ക് നോക്കി പഠിക്കരുത്. ഓക്കെ ആണോ? യെസ്. അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും കോച്ചിങ് എടുക്കുകയാണെങ്കിൽ തന്നെ കോച്ചിങ് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോപ്പർ ആണെന്ന്, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പ്രോപ്പർ ക്വാളിഫിക്കേഷൻ ഉള്ളതും എക്സ്പീരിയൻസ് ഉണ്ടെന്നും ഉറപ്പുവരുത്തുക. ഓക്കെ ആണോ? അല്ലെങ്കിൽ വെറുതെ പോയി പൈസ കളയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ സ്റ്റഡി പ്ലാനോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് സിലബസ് കവർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞു പോകും, സിലബസ് കവർ ചെയ്യത്തില്ല. സിലബസ് കവർ ചെയ്ത് 3 പ്രാവശ്യമെങ്കിലും റിവിഷനും നടത്തി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ടെസ്റ്റ് സീരീസുകളും അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടും എന്നെങ്കിലും ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ പോയി എക്സാം എഴുതി വരാം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും ശ്രദ്ധിക്കുക. പിന്നെ ഇൻഡെപ്ത് ആയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇൻഡെപ്ത് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് പോലും വിടാതെ, ക്ലിയർ ആണോ? ഒരു പോയിന്റ് പോലും വിടാതെ വേണം പഠിക്കാനായിട്ട്. പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ്, ഏത് സിലബസ് ഏതൊക്കെ കവർ ചെയ്യണം, ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം, ഇതിനെപ്പറ്റി പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഓൾറെഡി ഈ ഒരു കൊമേഴ്സ് ഫീൽഡിലൊക്കെ ഉള്ളവരാണെങ്കിൽ, ഓൾറെഡി അക്കാഡമിക്സിൽ ഈ ഒരു സബ്ജക്ട്സുമായിട്ട് ടച്ചിലുള്ളവരാണെങ്കിൽ ഓവർ കോൺഫിഡന്റ് ആകാതിരിക്കുക. ആരാണെങ്കിലും പ്രോപ്പർ ആയിട്ട് പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ എക്സാം ക്രാക്ക് ആകത്തില്ല. ക്ലിയർ ആണോ? അതുപോലെ അണ്ടർ കോൺഫിഡൻസിന്റെയും ആവശ്യമില്ല. പ്രോപ്പർ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ, പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. രണ്ടും ആവത്ത, ഓവർ കോൺഫിഡൻസും വേണ്ട, അണ്ടർ കോൺഫിഡൻസും വേണ്ട. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ടോപ്പിൽ എത്തണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും മുകളിൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ആറ്റിറ്റ്യൂഡ്സ് ആണ്. നിങ്ങൾ ഒരു കാൻഡിഡേറ്റിനെ പോലെ തന്നെ തിങ്ക് ചെയ്യണം. ക്ലിയർ ആണോ? ഒരു കാൻഡിഡേറ്റിനെ പോലെ തിങ്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സിലബസ് മനസ്സിലാക്കി ഏതൊക്കെ പോയിന്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ പ്രീവിയസ് ഇയർ അനലൈസ് ചെയ്ത് ഒരു നല്ല കാൻഡിഡേറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അതേപോലെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ തിങ്ക് ആസ് എ മെന്റർ. നിങ്ങൾ ഒരാളെ മെന്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ അയാളോട് പറയും, അതൊക്കെ നിങ്ങൾ സ്വയം ചെയ്യുക. ക്ലിയർ ആണോ?
പിന്നെ തിങ്ക് ആസ് എ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ. നിങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ചോദ്യങ്ങൾ ഇടും, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നിടും, നിങ്ങളുടെ ആ ഒരു മോട്ടീവ് തന്നെ ആ ഒരു വിദ്യാർത്ഥിയെ എന്താ പറയുന്നത് കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്റെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ആയിരിക്കും ടോപ്പിക്സ് തിരഞ്ഞെടുക്കുക, ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, ആ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്ലാനിങ് വേണം. സിലബസിലൂടെ നന്നായിട്ട് കടന്നുപോയതിനു ശേഷം പ്രോപ്പർ ആയിട്ട് സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യുക, ബുക്കുകൾ സെറ്റ് ചെയ്യുക, പ്രോപ്പർ നോട്ട്സ് കളക്ട് ചെയ്യുക, എന്നിട്ട് വേണം ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ. എന്നിട്ട് ആ സ്റ്റഡി പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. എന്ത് വന്നാലും ആ പ്ലാനിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കുക. മാക്സിമം MCQ പ്രാക്ടീസ് ചെയ്യുക, അത് കളക്ട് ചെയ്യുക. ക്ലിയർ ആണോ? പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിലൂടെ തന്നെ കടന്നു പോവുക, അതിൽ വ്യതിചലനം ഒന്നും വരുത്താതിരിക്കുക, ഇംപ്രൂവ്മെന്റ് വരുത്തിക്കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ വീക്ക്നെസ് മനസ്സിലാക്കി ഇംപ്രൂവ്മെന്റ് വരുത്തിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ ഫിനിഷിംഗ് ഫേസ് ആണ്. നിങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ സിലബസ് കവർ ചെയ്തതിനു ശേഷം പ്രോപ്പർ ആയിട്ട് നിങ്ങൾ MCQs ചെയ്യുക. എക്സാമിന് ഒരു 50 ദിവസം മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ടെസ്റ്റ് സീരീസും അറ്റംപ്റ്റ് ചെയ്യുക. ക്ലിയർ ആണോ? യെസ്. അതുപോലെ ഒരു 20 ഡേയ്സിന് മുന്നേ വരെ നിങ്ങൾ എന്ത് ചെയ്യുക, മോഡൽ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കും. ഒരു 15 ദിവസം മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ സിലബസ് ഒരു ഓവർവ്യൂ മൊത്തം കവർ ചെയ്ത് റിവിഷനും നടത്തിയിരിക്കണം. ക്ലിയർ ആണോ? യെസ്. മൈൻഡ് മാപ്പിംഗ് നിങ്ങൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. പഠിച്ച കോൺസെപ്റ്റ് റീകളക്ട് ചെയ്യാൻ വേണ്ടി, റീകോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ രീതിയിലുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ വ്യക്തമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കുക. ടെക് PSCയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കായിട്ട് ഒരു 120 ഡേ സ്റ്റഡി പ്ലാൻ ആണ് ഒരുക്കിയിരിക്കുന്നത്. ഈ 10 മൊഡ്യൂള് ഇത്ര ദിവസങ്ങളിലായിട്ട് തരംതിരിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയുള്ള സമയം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിന് 10 ദിവസം പഠനത്തിന് വേണ്ടി, പ്രാക്ടീസിന് വേണ്ടി 2 ദിവസം, മൊത്തം 12 ദിവസം. അതുപോലെ ഓരോ സബ്ജക്ട്സിനും ഇത്ര ദിവസം പഠനത്തിന് വേണ്ടി, ഇത്ര ദിവസം പ്രാക്ടീസിന് വേണ്ടി എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഏറ്റവും അവസാനം ഫുൾ സിലബസ് ബേസ്ഡ് എക്സാംസിന് വേണ്ടി ഒരു 10 ദിവസം കൊടുത്തിട്ടുണ്ട്. അവസാനം ഫൈനൽ ലാബ് റിവിഷൻ ഒരു 6 ദിവസം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ 120 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് റിവിഷൻ ഉൾപ്പെടെ നടത്തിപ്പോകുന്നത്. ക്ലിയർ ആണോ? നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 120 ദിവസം കൊണ്ട് റിവിഷൻ ഉൾപ്പെടെ, ഒരു വട്ടം റിവിഷൻ ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ ഇപ്പോഴേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നിങ്ങൾ ടെക് PSCയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ആരൊക്കെയാണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്, ആരൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്, ഫാക്കൽറ്റി ലിസ്റ്റാണ്. ഒന്നാമതായിട്ട് ഞാനായിരിക്കും നിങ്ങളുടെ ചീഫ് ഫാക്കൽറ്റി. എന്റെ പേര് നിജോ എന്നാണ്. MCOM, B.Ed, BCom, പിന്നെ സെറ്റ്, നെറ്റ്, ഇതാണ് എന്റെ ക്വാളിഫിക്കേഷൻ. 7 വർഷമായിട്ട് കൊമേഴ്സ് ടീച്ചിങ് ഇൻഡസ്ട്രിയിലുണ്ട്, CA കോച്ചിങ് ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഇപ്പൊ ഞാൻ ആഗ്ര സെയിന്റ് പീറ്റേഴ്സ് കോളേജിൽ വർക്ക് ചെയ്യുകയാണ് കൊമേഴ്സ് ഫാക്കൽറ്റി ആയിട്ട്. അതാണ് എന്നെ പറ്റി പറയാനായിട്ടുള്ളത്. എനിക്ക് പുറമെ മറ്റ് ഫാക്കൽറ്റീസും ഉണ്ട്. കിരൺ ടോം, അദ്ദേഹം JRF ഹോൾഡർ ആണ്. MCOM, BCom, അതുപോലെ തന്നെ 7 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങൽ കോളേജിൽ, റിസർച്ച് സ്കോളറാണ്. അടുത്തത് അൻസില, MBA, അതുപോലെ HR ആൻഡ് മാർക്കറ്റിംഗ്, MBA HR ആൻഡ് മാർക്കറ്റിംഗ്, LLB ഉണ്ട്, BCom ഹോൾഡർ ആണ്. 5 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അനുപമ കൃഷ്ണൻ, റിസർച്ച് സ്കോളർ ആണ്, JRF ഹോൾഡർ ആണ്, PhD ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. MCOM, BCom, അതുപോലെ 7 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ പൂജ, റിസർച്ച് സ്കോളർ ആണ്, JRF ഹോൾഡർ ആണ്, PhD ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. 7 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ്. ബിസ്മി, അദ്ദേഹവും JRF ഹോൾഡർ ആണ്, PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. 7 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. പിന്നെ ആദിത്യ B പ്രസാദ്, MBA ഹോൾഡർ ആണ്, 5 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ്. ഓക്കെ അല്ലേ? സോ ഇവരായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് നൽകാനായിട്ടും. അപ്പൊ നമ്മുടെ ടെക് PSC ഈ ഒരു കോഴ്സിലേക്ക് കമ്പനി ബോർഡ് കോർപ്പറേഷൻ, അക്കൗണ്ടന്റ് കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ ഫോക്കസ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ആരെയും ക്ലാസ് എടുക്കുക, ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ക്യാപ്സ്യൂൾ നോട്ട്സ്, ഈ പറഞ്ഞ ബുക്സിന്റെ ബേസിസിലായിരിക്കും നോട്ട്സ് എല്ലാം വരുന്നത്. സോ സെൽഫ് സ്റ്റഡി ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം, അല്ലാത്തവർക്ക് നമ്മുടെ നോട്ട്സ് PDF ഫോർമാറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, അതുപോലെ മെന്റർഷിപ്പ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ടോപ്പിക് വൈസ് എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് എക്സാമിനേഷനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും വിത്ത് പ്രോപ്പർ ഫീഡ്ബാക്ക്. സോ ഇതാണ് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് ഈ ഒരു കോഴ്സിനെ പറ്റി ഓവറോൾ
പറയാനായിട്ട് ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള